മാഞ്ഞു പോയി. ഈ നിന്ന നിപ്പിൽ ഞാൻ അങ്ങ് മാഞ്ഞു പോയാ മതിയായിരുന്നു. എന്റെ ചേട്ടാ, ഇപ്പത്തെ ട്രെൻഡ് എന്താന്നറിയോ? നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ നമ്മൾ തന്നെ പാടി വൈറലാക്കണം. അതുകൊണ്ട് ഞാൻ പാടും, ചേട്ടൻ ഷൂട്ട് ചെയ്യും, നമ്മള് വൈറലാവും, നമുക്ക് വരുമാനവും കിട്ടും. ശരിയാടാ, നീ ഈ കൊച്ചിന്റെ പാട്ട് പാടി നീ യൂട്യൂബിൽ ഇടണം. കാരണം നെഗറ്റീവ് ഒക്കെ ഭയങ്കര വൈറലാവാന്ന് പറഞ്ഞു. അപ്പൂട്ടാ, കളിയാക്കല്ലേ? എന്റെ അച്ഛൻ പാട്ട് പാടി മഴ പെയ്ച്ചിട്ടുള്ള ആൾ അറിയോ? ഇവളുടെ അച്ഛൻ പാട്ട് പാടി മഴ പെയ്ച്ച എന്നാന്നറിയോ? ഇവളുടെ അച്ഛൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ അമ്മ തിളച്ച വെള്ളം എടുത്ത് ഈ അച്ഛന്റെ തലയിൽ ഒഴിച്ചു. അങ്ങനെ മഴ പെയ്താന്ന് തെറ്റിദ്ധരിച്ചേക്കാണ് ഇവരുടെ ഫാമിലി ഇപ്പോഴും. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ പാട്ട് കേട്ട് ഇങ്ങനെ വീണോ? തല തല്ലി വീണടാ. അത് കണ്ടോ, 4 സ്റ്റിച്ച് അടിക്കണ്ട. കുടുംബം കരുമട്ടെ, അങ്ങനെ ഈ പെൺകുച്ചിനെ കളിയാക്കണ്ട. അവക്ക് സംഗീതത്തെ പറ്റി കുറച്ചൊക്കെ അറിയാം. ഞാൻ ചോദിക്കട്ടെ? എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ ഉത്തരം തരാം. സംഗീതത്തെ പറ്റി ഞാൻ കുറെ പാട്ട് പാടുന്ന ആളാണല്ലോ. അറിയാം. ഈ സ്വരസ്ഥാനം അറിയാമോ? തിരുവനന്തപുരം. തലസ്ഥാനമല്ല ചോദിച്ചത്, സ്വരസ്ഥാനം. അത് തൊണ്ട. തൊണ്ടേ? ആ തൊണ്ടേന്നല്ലേ ശബ്ദം വരുന്നേ? തൊണ്ടേന്ന് മാത്രമല്ല, വേറെ പലയിടത്തുനിന്ന് ശബ്ദം വരും. അതെ, ശുദ്ധ സംഗീതം എന്താണ്? അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പാടുന്നതിനാണ് ശുദ്ധ സംഗീതം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? നീ ആ തല ചല്ലി വീണില്ലേ വീട്ടിൽ ചെന്ന്? നീ ഒന്ന് മരിച്ചായിരുന്നെങ്കിലേ ഇതിനെ കെട്ടേണ്ടി വരില്ല.